ക്ലാസ്സിലെ എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ നല്ല സന്തോഷമാണല്ലോ അല്ലേ? സുഖമാണോ? പഠനമൊക്കെ എങ്ങനെയാ പോകുന്നത്? നന്നായി പഠിക്കുന്നുണ്ട് എല്ലാവരും അല്ലേ? സ്കൂളിലൊക്കെ ഇപ്പൊ എങ്ങനെയാ പഠിക്കുന്നത്? ഒരു പ്രവർത്തനം ചെയ്ത് ആ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ ആശയം പഠിക്കും അല്ലേ? അങ്ങനെയാണ് ഇപ്പോഴത്തെ പഠന രീതി. അത് ഇഷ്ടമാണോ നിങ്ങൾക്ക്? വെറുതെ ഇങ്ങനെ പുസ്തകം വായിച്ച് പഠിക്കുന്നതിനേക്കാളും കളികളിലൂടെയൊക്കെ പാഠങ്ങൾ പഠിക്കുന്നത് ഇഷ്ടമാണോ? ഇന്ന് നമ്മളും അങ്ങനെ ഒരു പാഠമാണ് പഠിക്കുന്നത്. നമ്മളിവിടെ ഒരു കളി കളിക്കും. ആ കളിക്ക് ശേഷം ആ കളിയിൽ നിന്ന് നിങ്ങൾ എന്താ പഠിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും ഉല്ലാസത്തിനും കളികൾ വളരെ പ്രയോജനപ്രദമാണ്. പക്ഷേ വളരെ തിരക്കേറിയ കൊച്ചു ജീവിതങ്ങൾ ഇന്ന് കളിക്കാൻ പോലും മറന്നിരിക്കുകയാണ്. ഹേയ് കൂട്ടുകാരെ, കുറച്ചു നേരം കളിക്കാൻ നിങ്ങൾ റെഡിയാണോ? അപ്പൊ ആദ്യമായിട്ട് കളിക്കാൻ മിടുക്കരായ ഒരു 3 കുട്ടികളെ വേണം. ആരൊക്കെയാ വരുന്നത് റെഡി ആയിട്ടുള്ളവര്? ഇതാ 3 പേരൊന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോരെ. ഓരോരുത്തർക്കും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. 3 പേർക്കും 3 ടേബിളിൽ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ ഗ്ലാസ്സുകൾ നിങ്ങൾക്കുള്ള നിർദ്ദേശം ഇതാണ്. ഈ ഗ്ലാസ്സുകൾ ഇങ്ങനെ ഇപ്പം നല്ല അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സുകൾ നമ്മൾ കൊട്ടാരം ഉണ്ടാക്കാൻ, പേപ്പർ ഗ്ലാസിൻ്റെ കൊട്ടാരം ഉണ്ടാക്കാമെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് അല്ലേ? അതുപോലെ ഈ പേപ്പർ ഗ്ലാസ്സുകൾ അടുക്കി നല്ല വൃത്തിയായിട്ട് അടുക്കി നല്ല കൊട്ടാരം പോലെ ആക്കുക. അതിനുശേഷം അതുപോലെ തന്നെ തിരിച്ചടുക്കി ഇതുപോലെ ഇപ്പം എങ്ങനെയാണ് ഈ ടേബിളിൽ ഇത് ഇരിക്കുന്നത് അതുപോലെ അടുക്കി തരിക. ആരാണ് ഫസ്റ്റ് ഇത് ചെയ്ത് കഴിയുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്കൊരു നിർദ്ദേശമുണ്ട്. ഈ കൊട്ടാരം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് താഴെ വീണ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ടാ. അല്ലെങ്കിൽ പിന്നീട് കളിച്ചിട്ടുണ്ടെങ്കിൽ വിജയിയാവില്ല. ഫസ്റ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഫസ്റ്റായിട്ട് പരിഗണിക്കില്ല. കളിക്കുന്നതിന് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ കളിയുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാൽ തുടങ്ങാം അല്ലേ? എന്നാ റെഡിയാണോ നിങ്ങൾ? അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. നിങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ കളി അവസാനിച്ചു. ആരാ ജയിച്ചത്? മോളുടെ പേരെന്താ? ഏഞ്ചൽ. നല്ല മിടുക്കിയായിട്ട് നന്നായിട്ട് കളിച്ച് 1ാം സ്ഥാനം നേടി. മോളുടെ പേരോ? അഞ്ചു. മോളുടെ പേരോ? റിയ. അഞ്ചും റിയ ഏഞ്ചലും ഒക്കെ എല്ലാവരും നന്നായിട്ട് കളിച്ചു അല്ലേ? റിയ ആണെങ്കിൽ നല്ല മിടുക്കിയായിട്ട് കൂടുതൽ നേരം വളരെ പെട്ടെന്ന് ചെയ്തു തീർത്തു. പക്ഷേ ഇടയ്ക്ക് അത് താഴെ വീണ് പോയത് കൊണ്ടാണ് വിജയിയാവാൻ പറ്റാതിരുന്നത്. അപ്പം 3 പേർക്കും, പ്രത്യേകിച്ച് അഞ്ചു അല്ലേ ഏഞ്ചലിനും ഒരു ക്ലാപ്പ് കൊടുത്തേരെ. കളി കഴിഞ്ഞു. ആരാ ജയിച്ചത്? ഏഞ്ചൽ ജയിച്ചു. ഏഞ്ചൽ നല്ല വേഗത്തിലും ശ്രദ്ധയോടൊക്കെ കൂടി ചെയ്ത് കഴിഞ്ഞ് ഏഞ്ചൽ കളി ജയിച്ചു. മറ്റ് 2 പേരെങ്ങനെയാണ് കളിച്ചത്? വളരെ മിടുക്കരായിട്ട് നന്നായിട്ട് കളിച്ചു. ഇപ്പോൾ ഫസ്റ്റ് എല്ലാ കളിയിലും ഇപ്പോൾ ഫസ്റ്റ് എത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കളിച്ചു. ഇവർക്ക് 3 പേർക്കും, പ്രത്യേകിച്ച് ഏഞ്ചലിനൊരു നല്ല ക്ലാപ്പ് കൊടുത്തേക്ക്. കളി കഴിഞ്ഞിട്ട് പിന്നെ മതി. കളി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നേ? കളിയിൽ നിന്നൊരു പാഠമുണ്ട്. പറയുന്ന കാര്യം ഓർക്ക പറ. കളിയിൽ നിന്നൊരു പാഠം. അപ്പോൾ ആദ്യം ഇവരോട് അങ്ങ് ചോദിച്ചേക്കാം അല്ലേ? എന്ത് പാഠമാണ് ഇവർ പഠിച്ചതെന്നാണ്. ഏഞ്ചലാ ജയിച്ചത്. ഏഞ്ചലിനോട് ഫസ്റ്റ് ചോദിക്കാം. പേടി തോന്നിയായിരുന്നു. ഏഞ്ചലിന് പേടി തോന്നിയെന്നാണ് പറഞ്ഞത്. എന്നാലും പേടിയുണ്ടെങ്കിലും എന്ത് ചെയ്തു? ഫസ്റ്റായിട്ട് അവസാനിപ്പിച്ചു ഇല്ലേ? ഇനി മോൾക്ക് എന്താ തോന്നിയത്? വീണു പോകാൻ തോന്നി. അതുകൊണ്ട് എന്താ വളരെ സാവധാനത്തിൽ ചെയ്ത് അവസാനിപ്പിച്ചു. റിയയ്ക്കോ? പേടി തോന്നി. റിയ പെട്ടെന്ന് വളരെ സ്പീഡ് ചെയ്തപ്പോൾ റിയയുടെ മനസ്സിൽ എന്തായിരുന്നു തോന്നിയത്? പേടിയായിരുന്നോ? അതുകൊണ്ടായിരിക്കും ചിലപ്പം താഴെ ചാടിപ്പോയത്. അപ്പം നമ്മുടെ ഏത് പ്രവർത്തനത്തിനും പേടിയുണ്ടെങ്കിൽ നമ്മൾക്കത് കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ പറ്റില്ല എന്നാണ് പഠിച്ചത് അല്ലേ? മിടുക്കിയ കേട്ടോ. ഇനി നിങ്ങൾ പോയിരുന്നോ?
ഇനി ചോദ്യം നിങ്ങളോടാ. എന്ത് പാഠമാണ് നിങ്ങൾ പഠിച്ചത്? ശ്രദ്ധയോടെ കളിക്കണം. ശ്രദ്ധയോടെ കളി കളിക്കുമ്പോൾ വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം എന്നാണ് മോൾക്ക് മനസ്സിലായത്. വേറെ ആർക്ക് എന്ത് മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല? ഇതാണ്, വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഒരു കാര്യത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കണമെങ്കിലും എന്ത് ചെയ്യണം? നമ്മളത് ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. ഇങ്ങനെയാ മക്കളെ നമ്മുടെ ജീവിതം ഓരോ ദിവസവും നമ്മൾ ജീവിച്ച് തീർക്കുമ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലും പഠന മേഖലകളിലും എവിടെയായാലും നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം, അല്ലേ? ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുള്ളൂ. നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങളും തകർച്ചകളും ഒക്കെ വന്നെങ്കിലും അതിനെയൊക്കെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലോടുകൂടി നേരിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് വീണ്ടും അതിൽ നിന്ന് പാഠം പഠിക്കാനും വിജയത്തിൽ എത്തിച്ചേരാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പാഠം നമ്മൾ എന്നും മറക്കാതിരിക്കണം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ആഗ്രഹമുണ്ടായാൽ മാത്രം പോരല്ലോ, പിന്നെ നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ പോകും? നിങ്ങൾക്കറിയണ്ടേ? എന്നാൽ നിങ്ങളിത് ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾ വിശുദ്ധരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഏതൊക്കെ വിശുദ്ധരെ പറ്റിയാണ് കേട്ടിട്ടുള്ളത്? മരിയ ഗൊരേത്തി, ഡൊമിനിക് സാവിയോ, മദർ തെരേസ, ഫ്രാൻസിസ് അസീസി, ധാരാളം വിശുദ്ധരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? ഇവരൊക്കെ എങ്ങനെയാ വിശുദ്ധരായത്? നന്മ ചെയ്ത് ത്യാഗങ്ങൾ സഹിച്ച്. ഇവരൊക്കെ ഈശോയെ അനുകരിക്കുന്നവരായിരുന്നു. ഈശോയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഗുണം, സ്വഭാവ ഗുണം, ഈശോയുടെ സഹനമായിരിക്കും ചിലർ അനുകരിച്ചത്. ചിലർ ഈശോയുടെ പ്രസംഗിക്കുന്ന, അതായത് ലോകമെമ്പാടും ഗലീലയിലും ഒക്കെ ചുറ്റി സഞ്ചരിച്ച് വചനം പ്രഘോഷിച്ച ഈശോയെ അനുകരിച്ച് രക്തസാക്ഷികളും ഒക്കെ ആയിത്തീർന്നവരാണ്. ചിലർ ഈശോയുടെ അനുകമ്പ എന്ന ഭാവത്തെ അനുകരിച്ച് വിശുദ്ധരായി തീർന്നവരാണ്. ഇങ്ങനെ ഈശോയുടെ ഏതെങ്കിലും ഒരു ഭാവത്തെ അനുകരിച്ച് വിശുദ്ധരായിട്ട് തീർന്നവരാണ് നമ്മുടെ എല്ലാ വിശുദ്ധരും, അല്ലേ? ഇനി വിശുദ്ധ പത്രോസ്ലീഹ, എങ്ങനെയാ വിശുദ്ധ പത്രോസ്ലീഹ മരിച്ചത് അല്ലെങ്കിൽ വിശുദ്ധനായത്? കേട്ടിട്ടില്ലേ വിശുദ്ധ പത്രോസ്ലീഹയെ പറ്റി? രക്തസാക്ഷിയായി, ഈശോയ്ക്ക് വേണ്ടിയിട്ട് സുവിശേഷം പ്രസംഗിച്ച് രക്തസാക്ഷിയായി തീർന്നു. അവസാനം യഹൂദര് പത്രോസ്ലീഹയെ തല കീഴായി കുരിശിൽ തറച്ചു കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്, അല്ലേ? ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി പ്രസംഗിച്ച് ധീരതയോടെ രക്തസാക്ഷിത്വം വഹിച്ചു. ഇനി വിശുദ്ധ അൽഫോൺസാമ എങ്ങനെയാ വിശുദ്ധയായത്? സഹനത്തിലൂടെ. വിശുദ്ധ ജോൺ പോൾ പാപ്പ കേട്ടിട്ടുണ്ടോ? ജോൺ പോൾ പാപ്പ എങ്ങനെയാ വിശുദ്ധനായത്? ജോൺ പോൾ പാപ്പയെ പറ്റി കേട്ടിട്ടില്ല? ഈ അടുത്ത കാലത്ത് സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച, അതായത് ഞങ്ങളുടെയൊക്കെ കാലത്ത് സഭയെ നയിച്ചുകൊണ്ടിരുന്ന മാർപ്പാപ്പയായിരുന്നു. അപ്പോൾ ആ മാർപ്പാപ്പ വിശുദ്ധമായ ജീവിതത്തിലൂടെ, തൻ്റെ പഠനങ്ങളിലൂടെ നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് മുഴുവൻ നേതൃത്വം നൽകി, മറ്റു രാജ്യങ്ങൾക്കെല്ലാം മാതൃക നൽകി, അനേകർക്ക് മാതൃക നൽകി. അത് ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ഒക്കെ മറ്റുള്ളവർക്ക് മാതൃക നൽകിക്കൊണ്ട് വിശുദ്ധനായവനാണ്. അപ്പോൾ ഇങ്ങനെ പല വിശുദ്ധരും പല രീതിയിലാണ് വിശുദ്ധരായത്, അല്ലേ? എല്ലാവരും ഒരേ രീതിയിലല്ല വിശുദ്ധരായത്. പക്ഷേ ഈ വിശുദ്ധരുടെയൊക്കെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും ഇതൊക്കെ വളരെ പണിയുള്ള പരിപാടിയാണ്, അല്ലേ? വിശുദ്ധരാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണോ? അല്ല. വിശുദ്ധരാകാൻ നമ്മളിപ്പോൾ നമ്മുടെ ചിന്തയിലൊക്കെ വരുന്നത് എന്താ? ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, വിശുദ്ധരാകാനൊക്കെ വലിയ പണിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോകും, വീട്ടിൽ കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, മാതാപിതാക്കന്മാർ പറയുന്നതൊക്കെ അനുസരിക്കും, പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല പോയി വചനം പ്രഘോഷിച്ച് രക്തസാക്ഷിയാകാനോ, ഇപ്പം IS ഭീകരമായിട്ട് നമ്മുടെ നേരെ തോക്കും ചൂണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നിന്ന് രക്തസാക്ഷിത്വം വരിക്കാനൊന്നും ധൈര്യമുണ്ടോ? ഇല്ല. നമുക്കതിനൊന്നും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയും നമുക്ക് വിശുദ്ധരൊന്നും ആകണ്ട, സാധാരണ പോലെ അങ്ങ് ജീവിച്ചാൽ മതി, അല്ലേ? അങ്ങനെയല്ലേ ചിലപ്പോൾ ഒക്കെ നമ്മുടെ അഭിപ്രായം വരുന്നത്. ചിലരൊക്കെ തല കുലുക്കുന്നുണ്ട്, ചിലർക്കൊക്കെ ധൈര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വിശുദ്ധരാകാനൊക്കെ പ്രത്യേകമായിട്ട് വിളി കിട്ടിയവർക്ക് മാത്രമേ വിശുദ്ധരാകാൻ പറ്റുള്ളൂ, നമ്മൾക്കൊന്നും വിശുദ്ധരാകാൻ പറ്റില്ല. എന്നാൽ ഞാനൊരു വേറൊരു ചെറിയ വിശുദ്ധയെ, കൊച്ചു വിശുദ്ധയെ പരിചയപ്പെടുത്താം. അവൾ കൊച്ചായിരുന്നു എന്ന് പിന്നെ നമ്മൾ പിന്നീട് കാണും. ഈ വിശുദ്ധ നമ്മളൊക്കെ ജീവിക്കുന്നത് പോലെ ജീവിച്ച് വലിയ കാര്യങ്ങളോ, അതായത് വലിയ വചനപ്രഘോഷണമോ ഒന്നും നടത്താതെ ചെറിയ 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 കാര്യങ്ങൾ ചെയ്തിട്ട് വിശുദ്ധയായവളാ.
ഞാൻ ചിത്രം കാണിച്ചു തരാം. ഈ ചിത്രത്തിൽ നോക്കിയിട്ട് നിങ്ങൾ പറയണം ഇതാരാണ്. ഈ വിശുദ്ധയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത് വിശുദ്ധ കൊച്ചു ത്രേസ്യ അവളുടെ മാതാപിതാക്കളോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയാ. ഈ ഫോട്ടോയിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. എങ്ങനെയാ പരിചയം? വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പറ്റി എന്തൊക്കെയാ അറിയാവുന്നത്? ത്യാഗത്തിലൂടെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും പിന്നെ കൊച്ചു കൊച്ചു സഹനത്തിലൂടെയൊക്കെ. കൊച്ചു കൊച്ചു സഹനത്തിലൂടെ അതെല്ലാം ഈ കൊച്ചു കൊച്ചു സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം സ്വീകരിച്ചിട്ട് നിയോഗം വെച്ചിട്ടാ. ഏതൊക്കെ നിയോഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചിരുന്നത്? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നേടാൻ, പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചിരുന്നത്. ഇങ്ങനെ കൊച്ചു ത്രേസ്യ ഈ കൊച്ചു കൊച്ചു സഹനങ്ങളൊക്കെ സ്വീകരിച്ച് വിശുദ്ധയായി, വലിയ വിശുദ്ധയായി. അതായത് സ്വർഗത്തിലേക്ക് അതിനു മുൻപ് വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മറ്റു വിശുദ്ധരൊന്നും കാണിച്ചു തന്ന വഴി, അത് വളരെ നീണ്ട വഴിയാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾക്ക് ഈ വഴിയിലൂടെ അങ്ങ് പോയി സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ കൊച്ചു ത്രേസ്യ പറയുക മാത്രമല്ല കാണിച്ചു തരുകയും ചെയ്തു സ്വർഗത്തിലെത്താൻ വളരെ എളുപ്പത്തിലെത്താം. അങ്ങനെ വളരെ എളുപ്പത്തിലെത്താനുള്ള കുറുക്ക് വഴി കൊച്ചു ത്രേസ്യ നമുക്ക് കാണിച്ചു തന്നു. ആ കുറുക്ക് വഴി കാണിച്ചു തന്ന വലിയ വിശുദ്ധയാണ് ഈ കാണുന്ന കൊച്ചു ത്രേസ്യ. ഈ കൊച്ചു ത്രേസ്യ കാണിച്ചു തന്ന മാതൃകയെ അനുകരിച്ച് സ്വർഗത്തിലെത്താൻ നമുക്കൊക്കെ എളുപ്പമാണ് അല്ലേ? കൊച്ചു ത്രേസ്യ അങ്ങനെ ചെയ്തേ ചെറിയൊരു കാര്യം. ഇപ്പം നിങ്ങൾ അങ്ങ് നടന്നു പോകുമ്പം ചിലപ്പോൾ വല്ലോ കടലാസോ എന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ വഴി കിടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതവിടെ എങ്ങാനും കിടക്കട്ടെന്ന് വിചാരിക്കും അല്ലേ? അപ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യ ആയിരുന്നെങ്കിൽ നടന്നു പോകുന്ന വഴിയിൽ വല്ല കടലാസ് തുണ്ടോ മറ്റോ കിടപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതെടുത്ത് ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാനിത് എടുത്തു കളയുന്നു, പകരമായിട്ട് എന്ത് വേണം? എനിക്ക് ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് കുറച്ച് ആത്മാക്കളെ സ്വർഗത്തിലോട്ട് എത്തണം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? വെറുതെ ഇപ്പം കണ്ട ചിലപ്പോൾ നമ്മളത് എടുത്ത് കളയുമായിരിക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമോ ഈശോയുടെ ആ ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമോ? ഇല്ല, നമ്മൾ ചോദിക്കാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ കൊച്ചു ത്രേസ്യ ആയിരുന്നെങ്കിൽ അതിലൂടെ എത്ര ആത്മാക്കളെ വരെ സ്വർഗത്തിലെത്തിക്കുക, ധാരാളം ആത്മാക്കളെ അതിലൂടെ സ്വർഗത്തിലെത്തിക്കുമായിരുന്നു. ഇതാണ് കൊച്ചു ത്രേസ്യ കാണിച്ചു തന്നത് സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴി. ഈ കുറുക്ക് വഴിയിലൂടെ നമ്മൾ എല്ലാ ദിവസവും പോകുന്നത്. പക്ഷെ നമ്മൾ ഈ കുറുക്ക് വഴി പോകുന്നുണ്ടെങ്കിലും അത് ഈശോയുടെ അടുത്ത് വരെ എത്തുന്നില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പം അത് ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ചിന്ത നമുക്ക് ഇല്ലാതെ പോകുന്നു. നമ്മൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ, പക്ഷേ അത് ഈശോയ്ക്ക് വേണ്ടി, അതായത് നിയോഗം സമർപ്പിച്ച് ചെയ്യണമെന്നുള്ള ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നു അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ശരിക്കും ചിലപ്പോൾ ഒക്കെ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ വേറെ എവിടുന്നോ സിനിമയെന്നോ ഒക്കെ നമുക്ക് ചില ഒരു ആശയം കിട്ടും. സ്വർഗം എന്ന് പറയുന്നത് സ്വർഗം ഉണ്ടോ? ഉണ്ട്. ഈ ലോകത്തിൽ ചിലരൊക്കെ നമ്മളോട് പറഞ്ഞു തരും ചിലപ്പം ഈ ലോകത്തിൽ തന്നെയാണ് സ്വർഗവും നരകവും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നോ? എപ്പോഴെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ചിലപ്പോൾ ഒക്കെ കുട്ടികളോടൊക്കെ ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്, നമ്മൾ നന്നായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചാൽ മതി, അപ്പോൾ ചിലപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ നമുക്ക് നല്ല പ്രതിഫലം കിട്ടും, മോശമായിട്ട് ജീവിച്ചാൽ മോശം പ്രതിഫലം കിട്ടും. അതായത് ഈ ജീവിതം ഇതോടെ തീർന്നു. ചിലപ്പോൾ സിനിമകളിൽ നിന്ന് നമ്മൾക്ക് ഈ ആശയം കിട്ടാം, ചില കഥകളിലൂടെയൊക്കെ കിട്ടാം. നമ്മൾ കാണുന്ന ചിലപ്പോൾ നമ്മുടെ ചേട്ടന്മാരിൽ നിന്നോ ചേച്ചിമാരിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ആശയം നമ്മൾക്ക് കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എല്ലാ ദിവസവും കൊന്ത ചെല്ലുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലാറുണ്ടോ? ഉണ്ട്. അതിൽ പറയുന്നുണ്ട് സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉണ്ടോ? എവിടെയാ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചൊല്ലുന്നത്? വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ മരണശേഷം ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും അതിനുശേഷം നമ്മൾക്കൊരു നിത്യമായ ജീവിതം ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു വിശ്വാസം അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന് വിചാരിച്ചെങ്കിലും ചിലപ്പോൾ ഈ വിശ്വാസം നമ്മൾ അറിയാതെ തന്നെ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട് അല്ലേ? നമ്മൾ അറിയാതെ തന്നെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുക. ഇങ്ങനെ ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കണം സ്വർഗത്തിൽ എത്തിച്ചേരാൻ. സ്വർഗം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മുടെ മരണശേഷം സ്വർഗമുണ്ട്. ഇനി തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സ്വർഗമുണ്ടോ എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ആ മതബോധന ഗ്രന്ഥത്തിലാണ് തിരുസഭ ഔദ്യോഗികമായ അത് കൃത്യമായ പഠനം നടത്തി കത്തോലിക്കരായ എല്ലാ വിശ്വാസികളെയും പഠിപ്പിക്കുന്നത്. ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്താ? ബൈബിളാണോ? തിരുസഭ പഠിപ്പിക്കുന്നത് ബൈബിൾ ഈശോയുടെ പഠനങ്ങളാണ്.
തിരുസഭ പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. എന്താ? ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ സഭ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് സ്വർഗം എന്ന് പറഞ്ഞ അവസ്ഥ. ഈ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ നല്ല കൃപാവരത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ പാപമൊന്നും ഇല്ലാതെ ഈശോയോടുള്ള സൗഹൃദത്തിൽ കൃപാവരത്തിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പരിപൂർണമായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ മുഖാമുഖം കാണാൻ പറ്റും. ഈ അവസ്ഥയാണ് സ്വർഗം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തെ നമ്മുടെ പപ്പേനെയും അമ്മേനെയും ഒക്കെ കാണുന്നത് പോലെ മുഖാമുഖം കാണുന്ന അവസ്ഥ, ഇതിനാണ് സ്വർഗം എന്ന് പറയുന്നത്. അതായത് യേശുവിനോടുകൂടി നിത്യമായിട്ട് പരിശുദ്ധ ത്രിത്വത്തോടു കൂടെ നിത്യമായിട്ട് ജീവിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സ്വർഗം എന്ന് പറയുന്നത്. ഇനി ഈ സ്വർഗം ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്, അവിടെ നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. ഇല്ലേ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈശോ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോവുകയാണ് പിതാവിൻ്റെ ഭവനത്തിലേക്ക്. പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തെ ഈശോ ഉപമയിലൂടെ പറയുകയാണ്. പിതാവിൻ്റെ ഭവനം എന്നുള്ള വാക്കിലൂടെ ഈശോ സ്വർഗരാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിൽ പിതാവിൻ്റെ അടുത്ത് പോയി അവിടെ നിങ്ങൾക്ക് ഒരു വാസസ്ഥലം, ഒരു ഭവനം ഒരുക്കി വെക്കും. ഈശോ നേരത്തെ പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും മരിച്ചെങ്കിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്കവിടെ നല്ല സ്വർഗരാജ്യം, നല്ല മനോഹരമായ സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട് പോലെയാണോ? അല്ല, അറിയത്തില്ല. നമ്മുടെ വീട് പോലെയാണോ എന്ന് നമ്മൾക്ക് അറിയില്ല. കാരണം എന്താ? സ്വർഗത്തിൽ പോയ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നമ്മൾക്ക് അങ്ങനെയുള്ള ആരെയും പരിചയമില്ല. അപ്പോൾ അവിടുത്തെ അവസ്ഥകൾ അങ്ങനെയാണ്. ഇപ്പോൾ ആരെങ്കിലും ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് നമ്മളോട് പറയും ഗൾഫിൽ അങ്ങനെയാണ്. ആ വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവരാണെങ്കിൽ അവർ വന്ന് പറയും വിശുദ്ധ നാട്ടിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷെ സ്വർഗത്തിൽ പോയിട്ട് ആരും തിരിച്ചു വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല സ്വർഗത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത്ര മനോഹരമായിരിക്കും, നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് ആരും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. സഭ എന്താ പഠിപ്പിക്കുന്നത് സ്വർഗത്തെ പറ്റി? ഈശോ ഒരുക്കി വെച്ചിരിക്കുന്ന വാസസ്ഥലത്തെക്കുറിച്ച് സഭ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. അതായത് ആരും ഇതിനു മുൻപ് കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, ഇനി ആരും ഇതിനെപ്പറ്റി ഗ്രഹിച്ചിട്ടുമില്ല. സ്വർഗരാജ്യത്തെപ്പറ്റി സഭ പഠിപ്പിക്കുന്നത് നമ്മുടെ മനുഷ്യരുടെ കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, അവരുടെ ഹൃദയം ഗ്രഹിച്ചിട്ടുമില്ല. മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക്? അതായത് ആർക്കും ഈ സ്വർഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞു തരാൻ മാത്രം കഴിവുള്ള ആരുമില്ല. അത് വളരെ മനോഹരമാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് അത്ര മനോഹരമാണ്. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഈ വരാനിരിക്കുന്ന സൗഭാഗ്യത്തിൽ ദൈവത്തെ നമ്മൾ മുഖാമുഖം ദർശിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ഒരു സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ? വേണം. സ്വർഗത്തിൽ പോകുന്നതാണോ നരകത്തിൽ പോകുന്നതാണോ എളുപ്പം? എങ്ങനെയാ സ്വർഗത്തിൽ പോകുന്നത് എളുപ്പമാണെന്ന് പറയാൻ കാരണം? നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ എളുപ്പം? നന്മ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നന്മ ചെയ്യുന്നതാണ് എളുപ്പം. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല. ആർക്കും നന്മ ചെയ്യാനാണ് നമുക്ക് എളുപ്പം. ചിലപ്പം പക്ഷെ നമ്മളൊക്കെ കൂടുതൽ ചെയ്യുന്നത് ചിലപ്പോൾ ഒക്കെ തിന്മയായിരിക്കും. കൂടുതലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മളൊക്കെ തിന്മകൾ ചെയ്യാറുണ്ട്, അല്ലേ? തിന്മ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് നമ്മൾ കുറേ പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ കളിക്കരുതെന്ന് പറയാറുണ്ട്. മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കരുതെന്ന് പറയാറില്ലേ നിങ്ങളോട്? ഉണ്ട്. ഇത് അനുസരിക്കുക എന്നുള്ള ഒരു നല്ല കാര്യമാണ്, അല്ലേ? നമ്മൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുക എന്ന് പറഞ്ഞത് പുണ്യവും അനുസരിക്കാതിരിക്കുന്നത് പാപവുമാണ്. ഇനി ഈ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കരുത് എന്നുള്ള മാതാപിതാക്കന്മാരുടെ നിർദ്ദേശം അനുസരിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. ഇപ്പോൾ ഇന്ന് കളിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചിന്ത മാറ്റി വെച്ച് പഠിക്കാൻ വേണ്ടിയോ അല്ലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും തുടങ്ങാം. ഇനി അനുസരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതലുകളൊക്കെ ചെയ്യണോ? ചെയ്യണം. എന്നതൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ മാതാപിതാക്കന്മാർ പറയുന്ന മൊബൈൽ ഫോൺ കളിക്കാൻ, അതായത് പഠിക്കുന്ന സമയത്ത് ഫോണിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് ചെയ്യേണ്ടത്? പരിചയമുണ്ടല്ലോ, ബോയ്സിനൊക്കെ പരിചയമുണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഞാൻ പറഞ്ഞു തന്നെ സിസ്റ്ററിന്, പറഞ്ഞതാ വേഗം. ഏറ്റവും ആദ്യം ചിന്തിക്കണം. ചിന്തിക്കണം. പപ്പ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കണം. പപ്പ വരുന്നതിന് മുമ്പ് ഈ സാധനം എടുത്ത് കളിച്ച് നോക്കണം. വരുന്നതിന് മുമ്പ് ഭദ്രമായിട്ട് തിരിച്ചു കൊണ്ട് വയ്ക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലേ? അന്നേരം
ഒരു പാപം ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പുറകിൽ ചിന്തിച്ച് കൂട്ടി ചെയ്യണം. എന്നാൽ പുണ്യം ചെയ്യാനോ മൊബൈൽ ഫോൺ കളിക്കണമെന്ന ചിന്ത വരുമ്പോഴത്തേക്ക് അതങ്ങ് മാറ്റി വെച്ച് ഈശോയെ നിനക്ക് വേണ്ടി ഈ ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. ഒരു പുണ്യപ്രവൃത്തിയായി അതിലൂടെ നമ്മളൊരു നിയോഗം കൂടെ സമർപ്പിക്കുകയാണെങ്കിൽ അനേക ആത്മാക്കളെ നമുക്കിങ്ങനെ നേടാനും പറ്റും. അപ്പോൾ പുണ്യം ചെയ്യാനാണോ പാപം ചെയ്യാനാണോ എളുപ്പം? പുണ്യം ചെയ്യാനാ. എങ്ങനെയാ നിങ്ങൾ വിദ്യാർത്ഥികളായ നമുക്ക് എങ്ങനെയാ പുണ്യം ചെയ്യാൻ പറ്റുന്നത്? മറ്റുള്ളവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും? അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുന്നു. ഒരു ഉദാഹരണം പറയാമോ മോളെ? ഇപ്പം അവർക്ക് പെൻസിലോ പെന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളത് തിരിച്ച് അവർക്ക് ഇല്ലാത്തവർക്ക് മിടുക്കി. നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പെൻസിലോ പേനയോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ പഠിക്കാൻ ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ പുണ്യം ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ വരുന്നുണ്ടോ? എങ്ങനെയാണ് ക്ലാസ്സിലൊക്കെ നല്ല വിശുദ്ധരായ കുട്ടികളായിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്ന്? ടീച്ചേഴ്സിനെ അനുസരിച്ചാൽ വിശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെയോ മിടുക്കൻ. ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് മാതൃക നൽകാൻ പറ്റും. പിന്നെയോ തീർന്നോ? മറ്റുള്ളവരെ ബഹുമാനിച്ച് കൂട്ടുകാർക്ക് അറിയത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം. മിടുക്കി. മറ്റുള്ളവരെ ബഹുമാനിക്കണം. നല്ല കാര്യമാണ്. ഇങ്ങനെ ധാരാളം കൊച്ചു നല്ല പ്രവർത്തികൾ ചെയ്ത് വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മളെ പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിലേക്ക് കുറുക്ക് വഴിയിലൂടെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും അറിയാം ഇല്ലേ? അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും ഈ ഇങ്ങനെ കൊച്ചു നന്മ പ്രവർത്തികൾ ചെയ്ത് സ്വർഗത്തിലെത്തണം. പിന്നെ സ്വർഗത്തിലെത്താൻ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്നും വെക്കണം. വേണ്ടാന്ന് വെക്കണ്ടേ കുറച്ച് കാര്യങ്ങളൊക്കെ? എന്തൊക്കെയാ വേണ്ടത്? വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ. തിന്മയ്ക്കൊരു ഉദാഹരണമൊക്കെ പറഞ്ഞു നോക്കിക്കേ. മറ്റുള്ളവരുമായി വഴക്കിടരുത്. നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കൂട്ടുകാരുമായിട്ട് ചിലപ്പോൾ ഒക്കെ വഴക്കിടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയിട്ട് ആണ് ജീവിക്കുന്നതെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ മാറി നിന്ന് ഈശോയെ നിനക്ക് വേണ്ടി ഇപ്പോൾ വഴക്ക് കൂടാൻ അവൾ എന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ സാഹചര്യങ്ങളൊക്കെ ഞാൻ ഈ അവളെന്നെ ചീത്ത പറഞ്ഞതൊക്കെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു നന്മയായി അവളോട് ക്ഷമിക്കാൻ പറ്റി നമുക്ക് അങ്ങനെ സ്വർഗത്തിലെത്താൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ആശയടക്കങ്ങൾ ചെയ്യാം. കള്ളത്തരം കാണിക്കാതിരിക്കാം. മിടുക്കി. ഇന്നൊക്കെ ചില കുട്ടികൾ മിക്കവാറും ഒക്കെ നമ്മുടെ പരീക്ഷകളിലൊക്കെ വെറുതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, കോപ്പി അടിക്കുക, ഇതുപോലത്തെ കള്ളത്തരങ്ങൾ, ശരിയല്ലാത്ത മാർഗങ്ങൾ, സത്യസന്ധതയില്ലാത്ത മാർഗങ്ങളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ ഒക്കെ കാണിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒന്നും കാണിക്കാതെ നല്ല വിശുദ്ധരായ കുട്ടികളായിട്ട് ജീവിക്കണം അല്ലേ? അപ്പോൾ ഇനി മുതൽ എല്ലാ ക്ലാസ്സിലും ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും നല്ല കാര്യങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട് നല്ല വിശുദ്ധരായിട്ട് ജീവിക്കുന്ന മക്കളാവണം. ആകെയല്ലേ? നമുക്ക് ഇതിനുള്ള കൃപ ആരാ തരുന്നത്? ദൈവം. ഈശോ തരണം. ദൈവം തരണം നമുക്ക് ഇതിനുള്ള കൃപ. അപ്പോൾ ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജന്മം നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ അങ്ങേക്ക് അങ്ങേക്ക് സാക്ഷ്യം നൽകുന്നവരായി മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ഓരോ നിമിഷവും ജീവിക്കുവാനും കൃപാവരത്തിൽ വളർന്ന് വിശുദ്ധിയിൽ മരിച്ച് സ്വർഗത്തിൽ അങ്ങയെ മുഖാമുഖം ദർശിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രമീട്ടുവിൻ എന്ന് പറഞ്ഞ സങ്കീർത്തകനോടൊപ്പം ഈണത്തിൽ പാടി താളത്തിലാടി നമുക്ക് ദൈവത്തെ പുകഴ്ത്താം. ഇന്ന് നമ്മളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ലിനി സിസ്റ്ററാ വരുന്നത്. നമുക്ക് ലിനി സിസ്റ്ററിനെ വിളിച്ചാലോ? വിളിക്കാം. സിസ്റ്റർ പാടാം, നിങ്ങൾ ഏറ്റുപാടണം കേട്ടോ. വരിക ഞങ്ങൾ വരിക, പാടിക്കേ.
വരിക ഞങ്ങൾ വരിക വരിക ഞങ്ങൾ വരിക വരിക ഞങ്ങൾ വരിക Bella vita, 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 bella vita. Bella vita, 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 bella vita. Bella vita, 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 bella vita. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഈ ബലൂൺ പോലെയാണ്. നമ്മളെ ജീവിതത്തെ തകർക്കുന്ന, നശിപ്പിക്കുന്ന, പൊട്ടിക്കുന്ന ഒത്തിരി സാഹചര്യം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബലൂണിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തതുപോലെ, പൊട്ടിപ്പോകാതെ സൂക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെ തകർക്കുന്ന എല്ലാ കെണികളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുഴുവൻ കഴിവ് ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം. ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ അത് എന്തിനു വേണ്ടിയാ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ.